ഹലോ ഓൾ, വെൽക്കം ടു ഈസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂടുതൽ പേർക്കും സംശയമുള്ള അല്ലെങ്കിൽ കൂടുതൽ പേർക്കും ഒരു ക്ലാരിറ്റി കിട്ടാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. നമുക്കറിയാം സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ MSW സ്പെഷ്യലൈസേഷൻസ് എന്നുള്ളതാണ്. നമുക്കറിയാം സ്പെഷ്യലൈസേഷൻസ് ഉള്ള ഒരു പ്രൊഫഷണൽ കോഴ്സാണ് നമ്മുടെ MSW എന്ന് പറയുന്നത്. ആദ്യത്തെ വർഷം നമ്മൾ കോമൺ പേപ്പേഴ്സ് പഠിച്ച് സെക്കൻഡ് ഇയറിൽ നമ്മൾ കുറച്ചുകൂടി എലക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് പഠിച്ചുകൊണ്ട് നമ്മൾ ഒരു സ്പെഷ്യലൈസേഷൻ ഒരു ഏരിയയിൽ കുറച്ചുകൂടി ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സാണ് MSW എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഈ MSW സ്പെഷ്യലൈസേഷൻ ഏത് സ്പെഷ്യലൈസേഷൻ ആണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, ദെൻ ഏത് സ്പെഷ്യലൈസേഷൻ ആണ് കൂടുതൽ അവസരങ്ങൾ കിട്ടുക, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന രീതിയിലൊക്കെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ആ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലോട്ട് എത്തുന്ന സമയത്താണ് പൊതുവെ നമുക്ക് എന്താ പറയാ ഒരു സ്പെഷ്യലൈസേഷന്റെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഏതെടുക്കണം അല്ലെങ്കിൽ ഏത് സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാറുള്ളത്. അപ്പം പ്രധാനമായിട്ട് നമുക്ക് ഇന്ത്യയിൽ നിലവിൽ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് അവൈലബിൾ ആണ്. ദെൻ ആ സ്പെഷ്യലൈസേഷൻസ് ഏതൊക്കെയാണ്, അത് ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിൽ മേജർ ആയിട്ട് നമുക്ക് 4 സ്പെഷ്യലൈസേഷൻ ആണ് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ ഈസ് മെഡിക്കൽ ആൻഡ് സൈക്കാട്രി എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷൻ ആണ്. അതായത് ഇന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒപ്റ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണ് മെഡിക്കൽ ആൻഡ് സൈക്കാട്രി എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടെ സൈക്കോളജിക്കൽ സംഭവങ്ങളും അതുപോലെ സൈക്കാട്രിയും അതുപോലെ തന്നെ മെഡിക്കൽ സെറ്റിംഗ്സ് നമുക്ക് ആവശ്യമായ ബയോളജി റിലേറ്റഡ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു ഏരിയാസിൽ നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അതായത് നമുക്കൊരു മെഡിക്കൽ സെറ്റിംഗ്സിൽ വർക്ക് ചെയ്യാൻ, ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സിലൊക്കെ വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സൈക്കാട്രി സെറ്റിംഗ് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സ്പെഷ്യലൈസേഷൻ ആണ് മെഡിക്കൽ ആൻഡ് സൈക്കാട്രി എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആണ്. യഥാർത്ഥത്തിൽ സോഷ്യൽ വർക്കിന്റെ സോള് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. അത് നമുക്ക് സൊസൈറ്റിയിൽ ഇറങ്ങിക്കൊണ്ട് കമ്മ്യൂണിറ്റിയെ എംപവർ ചെയ്യാനോ അവർ ഡെവലപ്പ് ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ള മെത്തേഡ്സ് എങ്ങനെയൊക്കെയാണ്, അതിനെങ്ങനെയൊക്കെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, അതിന് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു NGO സെക്ടർ ഒക്കെ കൂടുതൽ NGO ഒക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. ആൻഡ് ഓൾസോ CSR പ്രൊജക്ടുകളെ കുറിച്ചിട്ടും കൂടുതൽ പഠിക്കുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് കേരളത്തിൽ കൂടുതൽ കാണാതെ അല്ലെങ്കിൽ കേരളത്തിൽ വളരെ വിരളമായി കാണുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പൊതുവെ നമ്മൾ MBHR-കാരെയും അതുപോലെ തന്നെ MAHR ഒക്കെ പഠിച്ച ആൾക്കാരെ കാണാറുണ്ട്. പക്ഷെ MSW HR കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, സ്പെഷ്യലൈസേഷൻ അവൈലബിൾ ആണ്. കുറച്ചും കൂടെ ഒരു കമ്പനി, ഒരു MNCസിലോ അല്ലെങ്കിൽ ഒരു ഫേമിലോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഒരുപാട് ലോസ്, അതായത് ലേബർ ലോസുകളും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള ആക്ടുകളും ലോസ് ഒക്കെ പഠിക്കാനുള്ള, അല്ലെങ്കിൽ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് നമ്മൾ ആളുകളെ ഹയർ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിക്കാനുണ്ടാവുക. ദെൻ മറ്റൊരു നമ്മുടെ സ്പെഷ്യലൈസേഷൻ വരുന്നത് ഫാമിലി ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. നമുക്കറിയാം ഫാമിലി അതുപോലെ തന്നെ ചൈൽഡ് സെക്ടറുകളിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസുകളെ സോൾവ് ചെയ്യാനും ചൈൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്തുകൊണ്ട് അവരുടെ ഡെവലപ്മെന്റ് എങ്ങനെ സാധ്യമാക്കാം എന്ന് പഠിക്കുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണ് ഫാമിലി ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. ദെൻ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് പൊതുവെ നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യയിലുള്ള സ്പെഷ്യലൈസേഷൻ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 4 സ്പെഷ്യലൈസേഷൻ കാണാൻ പറ്റും. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ സോഷ്യൽ വർക്കിന്റെ 8ലും 40ലും ഒക്കെ ആയിട്ടുള്ള നമുക്കറിയാം ടിസ് അല്ലെ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് 1936 സ്റ്റാർട്ട് ചെയ്ത ടിസ്സിൽ ഏകദേശം ഒരു 11ഓളം സ്പെഷ്യലൈസേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ചിൽഡ്രൻ ആൻഡ് ഫാമിലി. നേരത്തെ പറഞ്ഞ ചൈൽഡ് ആൻഡ് ഫാമിലി ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മറ്റൊരു വേർഷൻ ആണ് ചിൽഡ്രൻ ആൻഡ് ഫാമിലി എന്നുള്ളത്. ദെൻ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് പ്രാക്ടീസ്, നമ്മുടെ CD അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന അതിന്റെ ഒരു വേർഷൻ ആണത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് പ്രാക്ടീസ് ആണത്. ഇത് മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് ക്രിമിനോളജി ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്നത്.
അത് നമുക്ക് കറക്ഷണൽ സെറ്റിംഗ്സിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ, ജസ്റ്റിസ് മേഖലകളിലൊക്കെ നമ്മുടെ എന്താ പറയാ നമുക്കറിയാം നാട്ടിൽ ഒരുപാട് ഇൻജസ്റ്റിസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിലൊക്കെ ഇടപെടാൻ താല്പര്യമുള്ള അത്തരത്തിലുള്ള ആക്ടിവിസ്റ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക്, ജസ്റ്റിസ് മേഖലകളിൽ ആക്ടിവിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ സാധ്യതകളുള്ള ഒരു കോഴ്സാണ് ക്രിമിനോളജി ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രിസൺസുകളിലും അതുപോലെ തന്നെ ജുവൈനൽ ഹോംസുകളിലൊക്കെ ജോബ് സാധ്യതകളുള്ള ഒരു കോഴ്സാണ് ക്രിമിനോളജി ആൻഡ് ജസ്റ്റിസ്. മറ്റൊന്നാണ് ദളിത് ആൻഡ് ട്രൈബൽ സ്റ്റഡീസ് ആൻഡ് ആക്ഷൻ. അതായത് ട്രൈബ്സിനെ കുറിച്ചിട്ടും ദളിതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, അവരുടെ ഇടയിൽ ഒരു ഇന്റർവെൻഷൻസ് ഒക്കെ നടത്താൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു കോഴ്സാണ് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ ആണ് ദളിത് ആൻഡ് ട്രൈബൽ സ്റ്റഡീസ് ആൻഡ് ആക്ഷൻ എന്ന് പറയുന്നത്. ദെൻ മറ്റൊന്ന് ഡിസബിലിറ്റി സ്റ്റഡീസ് ആൻഡ് ആക്ഷൻ ആണ്. അതായത് കുറച്ചും കൂടെ ഡിസേബിൾ എംപവർമെന്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നമുക്കറിയാം സോഷ്യൽ വർക്കിൽ പല ആളുകൾക്ക് പല രീതിയിലായിരിക്കും വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ചിലർക്ക് ഡിസേബിൾഡ് ആയ കുട്ടികൾക്കിടയിലായിരിക്കും, ചിലർക്ക് ചിൽഡ്രൻസിനിടയിലായിരിക്കും, ചിലർക്ക് ജെറിയാട്രിക്സിലായിരിക്കും താല്പര്യം. അങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ഒരു ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ താല്പര്യം, അവിടെയൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലതാണ് ഡിസബിലിറ്റി സ്റ്റഡീസ് ആൻഡ് ആക്ഷൻ പറയുന്നത്. ഡിസേബിൾഡ് ആയ ആളുകൾക്കിടയിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഏറ്റവും നല്ലൊരു കോഴ്സാണ്. ദെൻ ലൈവ്ലിഹുഡ് ആൻഡ് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് ആണ്. അതായത് നമുക്കറിയാം പല ആളുകളെയും ഇപ്പൊ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു കോഴ്സ് തന്നെയാണ് അത്. കുറച്ചുകൂടി കമ്മ്യൂണിറ്റി ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ആളുകളുടെ ലൈവ്ലിഹുഡ്സും അതുപോലെ തന്നെ സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് എങ്ങനെ നമുക്ക് ഒരു സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് കൊണ്ടുവരാം, അത് സൊസൈറ്റിയിലുള്ള ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് ആയിട്ട് തന്നെ മാറ്റിയെടുക്കാം എന്നൊക്കെ ആ രീതിയിൽ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സ്പെഷ്യലൈസേഷൻ ആണ് സോഷ്യൽ ലൈവ്ലിഹുഡ് ആൻഡ് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ളത്. ദെൻ മറ്റൊന്നാണ് മെന്റൽ ഹെൽത്ത്. നമ്മൾ മെഡിക്കൽ സൈക്കാട്രിയുടെ മറ്റു വേർഷൻ ആണ് മെന്റൽ ഹെൽത്ത് എന്നുള്ളത്. ദെൻ അതിൽ തന്നെ പബ്ലിക് ഹെൽത്ത് ഉണ്ട്, കുറച്ചും കൂടെ ഡിമാൻഡഡ് ആയിട്ട് വരുന്ന ഇന്ത്യയിൽ തന്നെ ഇപ്പോഴത്തെ ഒരു പബ്ലിക് സെക്ടറിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു കോഴ്സാണ് പബ്ലിക് ഹെൽത്ത്. ദെൻ അതിൽ തന്നെ നെക്സ്റ്റ് വണ്ണാണ് വുമൻസ് സെന്റേഡ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. വുമൻസ് സെന്റേഡ് പ്രാക്ടീസ് അത് വുമൻസ് റിലേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്, ഈ വുമൻസിനെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണ് വുമൻസ് ആൻഡ് പ്രാക്ടീസ് എന്നത്. ദെൻ കൗൺസിലിംഗ് ഉണ്ട്. കൗൺസിലിംഗ് സോഷ്യൽ വർക്കിൽ തന്നെ കൗൺസിലിംഗ് സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പം റൂറൽ ഡെവലപ്മെന്റ് തുൽജാപൂർ ക്യാമ്പസിലാണ് വരുന്നത്. അതുപോലെ തന്നെ കൗൺസിലിംഗ് ഗുവാഹത്തിൽ വരുന്നത്. അപ്പൊ ഇത്രയും സ്പെഷ്യലൈസേഷൻസ് ആണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം ഒരു 11ഓളം അല്ലെങ്കിൽ 12ഓളം സ്പെഷ്യലൈസേഷൻസ് മാത്രം ടിസ്സിൽ മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികൾ പോകുന്ന സമയത്ത് നമുക്കറിയാം, കേരളത്തിലൊക്കെ വരുന്ന സമയത്ത് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും മെജോറിറ്റി സ്ഥാപനങ്ങൾ, ഓട്ടോണമസ് സ്ഥാപനമായിട്ട് യൂണിവേഴ്സിറ്റികൾ ആവട്ടെ, അവിടെയൊക്കെ മെഡിക്കൽ സൈക്കാട്രിയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റും ആണ് കൊടുക്കുന്നത്. ദെൻ ചില സ്ഥലങ്ങളിൽ ചില യൂണിവേഴ്സിറ്റി, ഇപ്പം എന്താ പറയുക, നമ്മുടെ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി പോലത്തെ യൂണിവേഴ്സിറ്റികളിൽ ഫാമിലി ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് കൊടുക്കുന്നുണ്ട്. ദെൻ കേരളത്തിലാണ് HR പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ എന്റെ അറിവിൽ ഇല്ല. ദെൻ ബാംഗ്ലൂരിലുള്ള ക്രൈസ്റ്റ് കോളേജിലും അതുപോലെ തന്നെ മറ്റുള്ള ചില സെൻട്രൽ യൂണിവേഴ്സിറ്റികളും, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ HR കൊടുക്കുന്നുണ്ട്. ദെൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചില സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒന്ന് കമ്മ്യൂണിറ്റി ആൻഡ് യൂത്ത് ഡെവലപ്മെന്റ്, രണ്ടിനും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ്സാണ്, സ്പെഷ്യലൈസേഷൻ ആണ്. അത് RJ-NAVID MSW അത് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ട്. നമുക്കറിയാം നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഉള്ള വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ്, ഒരു സ്പെഷ്യലൈസേഷൻ ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണ്. ദെൻ നേരത്തെ പറഞ്ഞ HRM-മായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഒരു മറ്റൊരു വേരിയേഷൻ ആണ് ശരിക്കും പേഴ്സണൽ മാനേജ്മെന്റ് ഇൻഡസ്ട്രി റിലേഷൻസ് എന്ന് പറയുന്നത്. അതും തമിഴ്നാട് ഭാഗങ്ങളിലുള്ള ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണ്. അതുപോലെ തന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടത് സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് യൂണിവേഴ്സിറ്റിയാണ്, ജോധ്പൂരിലുള്ള, അവരാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം നിലവിൽ പല സ്ഥലങ്ങളിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു പ്രധാന സ്പെഷ്യലൈസേഷൻ ആയി വന്നിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, MSW ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസേഷനും കൂടെ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു മേഖല, ഡിസാസ്റ്റർ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ശരിക്കും MSW ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ഇനി ഉള്ളൊരു സംഭവം വെച്ചാൽ ഇതിൽ എങ്ങനെയാണ് നമുക്ക് നമ്മൾ എന്തൊക്കെയാണ് നമ്മളൊരു സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളുണ്ട്. ബേസിക്കലി പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ +1 കൊമേഴ്സ് ആണോ സയൻസ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാ, മൂന്നും നല്ലതാണ് അല്ലെ. അതേപോലെയാണ് നമ്മുടെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്.
നമുക്ക് MSW കഴിഞ്ഞ ഒരാൾക്ക് കോമൺ ആയി ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോബും നമ്മൾ MSWക്കാർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ MSWയില് നമുക്ക് പ്ലസ് വണ്ണില് നമ്മൾ കൊമേഴ്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അറിയാം ഏറ്റവും ഹൈറാർക്കിയിലുള്ളത് സയൻസ് ആണ്. സയൻസ് എടുത്ത ആൾക്കൊക്കെ താഴെയുള്ളവർക്കൊക്കെ പോകാൻ പറ്റുന്നതാണ്. അതേപോലെ കുറച്ചൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് മെഡിക്കൽ സൈക്കാട്രി. കംപ്ലീറ്റ്ലി പോകാൻ പറ്റില്ലെങ്കിലും മെഡിക്കൽ സൈക്കാട്രി എടുത്ത് നമുക്ക് എല്ലായിടത്തും ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല. ദെൻ അതിന് താഴെ വരുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അടുത്ത ആൾക്ക് വേണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്കാർക്ക് കിട്ടുന്ന ജോബ്, അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഏത് സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കും ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇതിനർത്ഥം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് മോശമാണെന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ മനസ്സിലാക്കരുത്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ വർക്കിന്റെ ഒരു കോമൺ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് എന്താ പറ്റും, ഈ ഒരു CD സ്പെഷ്യലൈസേഷനിൽ കിട്ടുന്ന എല്ലാ ജോബും നമുക്ക് മെഡിക്കൽ സൈക്കാട്രിക്കാർക്ക് അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മറ്റുള്ള സ്പെഷ്യലൈസേഷൻകാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ജോബുകളാണെന്നുണ്ടാവുക സാധാരണ CD ഉണ്ടാവുക. ദെൻ HRM-ലാവുമ്പോൾ സ്വാഭാവികമായിട്ടും CD-ക്കാർക്ക് ആ ഒരു സ്പെഷ്യലൈസേഷനോട് നമുക്ക് മുകളിലോട്ട് എന്തായാലും വരാൻ പറ്റത്തില്ല. HR-കാർക്കും അതുപോലെ തന്നെ മെഡിക്കൽ സൈക്കാട്രിക്കാർക്കും ആണെങ്കിൽ എന്താവാം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വർക്ക് ചെയ്യാം. പക്ഷെ അവിടെ എപ്പോഴും പ്രിഫറൻസ് കിട്ടുക എന്തായിക്കാരം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞ ആൾക്കാർക്കായിരിക്കും. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ മെഡിക്കൽ സൈക്കാട്രി കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കഴിഞ്ഞ ആളാണ്, അയാൾക്ക് HR-ലാണ് വർക്ക് ചെയ്യാൻ താല്പര്യമെങ്കിൽ അയാൾക്ക് എന്താ ഒരു HR സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ടാകാൻ പറ്റും, ആ മേഖലയോട്ട് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ മെഡിക്കൽ സൈക്കാട്രി എടുത്ത ഒരാൾക്ക് ഇതിൽ ഏത് മേഖലയിലോട്ടും വരാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം കുറച്ചും കൂടെ നമുക്ക് അബ്രോഡിലൊക്കെ കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസും സാധ്യതകളും ഉള്ളത് മെഡിക്കൽ സൈക്കാട്രിക്കാണെന്ന് പറയപ്പെടാറുണ്ട്. ആ രീതിയിലും അതിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഓപ്റ്റ് ചെയ്യാറ്. ഇവിടെ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുക്കുന്നത്? ഫസ്റ്റ് ഇൻട്രസ്റ്റ് ആണ്, നമുക്ക് താല്പര്യമാണ്. ഇപ്പം ഒരാൾക്ക് താല്പര്യം കമ്മ്യൂണിറ്റിയോട് ഫീൽഡിലോട്ട് ഇറങ്ങി ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അവർക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം, അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തായിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം കുറച്ച് ഇൻട്രസ്റ്റ്, ഇപ്പം നമുക്ക് എന്താ പറയാ സൈക്കാട്രി ഇഷ്യൂസിനൊക്കെ പറ്റി പഠിക്കാനാണ് താല്പര്യം, നമ്മുടെ ഇൻട്രസ്റ്റ് നോക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ്, നമുക്ക് ജന്മനാ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടാവുമല്ലോ. ഇപ്പം എന്താ പറയാ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾ, തീരെ അങ്ങനെ ഇരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്, അയാൾക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, കമ്പ്യൂട്ടറിനോടൊന്നും തീരെ ക്രേസ് ഇല്ലാത്ത ഒരാള്, അയാൾ BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് കാര്യമില്ല. അതേപോലെ നമുക്കറിയാം മെഡിക്കൽസ് ഇപ്പൊ ഒരു റൂമിനുള്ളിൽ ഇരുന്ന് കൗൺസിലിംഗ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ഒരാളെ പിടിച്ച് നമ്മൾ എന്താ പറ്റില്ല, അയാൾക്ക് മെഡിക്കൽ സൈക്കാട്രി കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാൾ അതൊരിക്കലും ചൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മളെ സ്വന്തത്തോട് ചെയ്യുന്ന ഒരു നീതി എന്നുള്ളതാണ് ശരിക്കും ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക ആ മേഖലയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് ആ സ്കോപ്പ് ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരാൾ HR എടുക്കുകയാണ്, അല്ലെങ്കിൽ നല്ല സാലറി കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ HR എടുത്തു കഴിഞ്ഞാല് അവൻ ഒരിക്കലും എന്താവില്ല, അയാള് അയാൾക്കാണെങ്കിൽ HR സെക്ടറിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോർപ്പറേറ്റ് സെക്ടറിൽ നിന്ന് വർക്ക് ചെയ്ത് അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരാളാണ്. അയാൾക്ക് ഒരുപാട് ട്രാവൽ ചെയ്ത് ഒരുപാട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോകുന്ന ഒരാളാണെങ്കിൽ അയാൾ ഒരിക്കലും HR എടുത്തിട്ട് കാര്യമില്ല. അപ്പം ഒരാളുടെ താല്പര്യം അയാളുടെ അഭിരുചി എന്താണോ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ കോഴ്സ് എടുക്കുക എന്നുള്ളതാണ്. സ്പെഷ്യലൈസേഷൻ അങ്ങനെ തന്നെയാണ്, നമ്മൾ ഓൾറെഡി MSW എടുത്തത് അങ്ങനെ ആയിരിക്കും. എന്നാൽ അതിന് സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തെ ആദ്യം പ്രിഫറൻസ് കൊടുക്കുന്നതാണ്, താല്പര്യം എന്താണ്. ഒരാൾക്ക് നമുക്ക് കൗൺസിലിംഗ് താല്പര്യമുള്ളതാണെങ്കിൽ അയാൾ ആ രീതിയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ സൈക്കാട്രി അല്ലെങ്കിൽ കൗൺസിലിംഗ് സ്പെഷ്യലൈസേഷൻ ചെയ്യാന്നുള്ളതാണ് അതിൽ അയാളുടെ ഇൻട്രസ്റ്റ്. ഇതിന് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചും കൂടെ അയാൾക്ക് ജന്മനാളുള്ള അയാളുടെ ഇൻബോൺ ആയിട്ട് ഒരുപാട് എബിലിറ്റീസ് ഉണ്ടാവും, ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവും, അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ നമ്മൾ ഇയാൾക്ക് ആപ്റ്റ് ആയത് ഏതാണോ അത് രീതിയിൽ എടുക്കുക, ആപ്റ്റിറ്റ്യൂഡ് നോക്കി എടുക്കുക എന്നതാണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് കരിയർ ഓപ്ഷൻസുകൾ നോക്കുക, ഏതിലാണ് കൂടുതൽ കരിയർ ഓപ്ഷൻസുകൾ ഉണ്ടാവാറ്. അതൊക്കെ ഇതിന് ശേഷമാണ് നമുക്കിപ്പം ഒരാൾക്ക് താല്പര്യമില്ല ആപ്റ്റിറ്റ്യൂഡും ഇല്ലാതെ നോക്കിയിട്ട് ഒരാൾ കരിയർ ഓപ്ഷൻസ് മാത്രം നോക്കി എടുത്തു കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അതിൽ സാറ്റിസ്ഫൈഡ് ആവില്ല. മേ ബി അയാൾക്ക് ഒരു 1 ഇയർ 2 ഇയർ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റും, അയാൾക്ക് അത് മടുപ്പ് വരാൻ. പക്ഷെ ഒരാൾക്ക് താല്പര്യമുണ്ട് ആപ്റ്റിറ്റ്യൂഡും ഉണ്ട്, ആ രീതിയിലുള്ള ഒരു കോഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ അയാൾ എടുത്തു കഴിഞ്ഞു, പിന്നെ അയാൾക്ക് കരിയർ ഓപ്ഷൻസ് അയാൾക്ക് എന്താ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, കൂടുതൽ ഓപ്ഷൻസ് അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മറ്റത് നമ്മൾ ഓപ്ഷൻസ് കണ്ടിട്ട് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ അവിടെ സ്റ്റക്ക് ആയി പോകും. പക്ഷെ ഒരാൾ ഇൻട്രസ്റ്റഡ് ആണ്, അയാൾക്ക് അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് എങ്കിൽ അയാൾക്ക് എന്താ പുതിയ ഓപ്ഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, പുതിയ ഓണ്ടർപ്രണർഷിപ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റും. ദെൻ പിന്നെ നമ്മൾ അതിൽ നോക്കുന്ന കാര്യങ്ങൾ റിസോഴ്സുകളാണ്, ഇതൊക്കെ പഠിച്ചെടുക്കാനും അല്ലെങ്കിൽ ഇത് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സുകൾ അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇപ്പൊ നമുക്ക് ചില സ്ഥലങ്ങളൊക്കെ സ്പെഷ്യലൈസേഷൻ എടുക്കുമ്പോൾ അതിനുള്ള മതിയായ റിസോഴ്സുകൾ ഉണ്ടാവില്ല, ഫാക്കൽറ്റീസുകൾ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ
സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ ഫാക്കൽറ്റീസ് വളരെ പരിമിതമായിരിക്കും, അല്ലെങ്കിൽ വേറെ സ്പെഷ്യലൈസേഷൻ എടുത്ത ആൾക്കാരായിരിക്കും ഈ ഒരു സ്പെഷ്യലൈസേഷൻ പഠിപ്പിക്കുന്നുണ്ടാവുക. അങ്ങനത്തെ പ്രശ്നമൊക്കെ വരുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു എക്സ്പോഷർ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു ഫോർത്ത് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ റിസോഴ്സസ് ആണ്. നമുക്ക് അതിലുള്ള റിസോഴ്സുകൾ അവൈലബിൾ ആണോ, നമുക്ക് കറക്റ്റ് എക്സ്പോഷർ കിട്ടുമോ, അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടെ എക്സ്പ്ലോറേറ്റീവ് ആയി നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്ന രീതിയിലൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്പെഷ്യലൈസേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതല്ലാണ്ട് നമ്മൾ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടോ, അല്ലെങ്കിൽ ഒരുപാട് പേര് അങ്ങനെ എടുത്തു പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് സാലറി ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ എന്നൊന്നല്ല നമ്മൾ അതിന്റെ ഒരു ക്രൈറ്റീരിയ വെക്കേണ്ടത്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് അതിൽ ബേസിക് ആയിട്ടുള്ള ഒരു പ്രൈമറി നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് വെക്കേണ്ടത് നമ്മുടെ ഇൻട്രസ്റ്റ് തന്നെയാണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ആപ്റ്റിറ്റ്യൂഡ്, തേർഡ് വൺ ഈസ് കരിയർ ഓപ്ഷൻസ്, ദെൻ റിസോഴ്സസ്. ഈ ഒരു പ്രിഫറൻസിൽ നമ്മളെ സ്പെഷ്യലൈസേഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ഉയരാനും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഏൺ ചെയ്യാനൊക്കെ അത് പറ്റും. നേരത്തെ പറഞ്ഞ സംഭവം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. കരിയർ ഓപ്ഷൻസ് മാത്രം കണ്ടുകൊണ്ട് നമ്മൾ ഒരു കോഴ്സ് സ്പെഷ്യലൈസേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ 1 ഇയർ 2 ഇയർ അതോടുകൂടി നമ്മൾ ബ്രേക്ക് ആവും, നമുക്ക് അതിൽ മടുപ്പ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഇൻട്രസ്റ്റും നമ്മുടെ ആപ്റ്റിറ്റ്യൂഡും ഉള്ള ഒരു സ്പെഷ്യലൈസേഷൻ നമുക്ക് എടുക്കുന്നെങ്കിൽ പുതിയ പുതിയ അവസരങ്ങൾ നമുക്ക് അതിൽ മേക്ക് ചെയ്യാനും, പുതിയ ക്രിയേറ്റ് ചെയ്യാനും, പുതിയ ഓണ്ടർപ്രണേഴ്സ് ആവാനൊക്കെ നമുക്കത് ചാൻസസ് ഉണ്ട്. അപ്പൊ ആ രീതിയിലായിരിക്കും നമ്മുടെ സ്പെഷ്യലൈസേഷൻ സെലക്ട് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ഏതാണോ അതിൽ നിങ്ങൾ സ്പെഷ്യലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് വീണ്ടും പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഇതിന്റെ ആൻസേഴ്സ് മറുപടി തരും. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും സ്പെഷ്യലൈസേഷനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാം. അപ്പം കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.